ഹായ് അസ്സാം വലൈക്കും. നമുക്കിന്ന് മക്രോണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഞാനൊരു പാത്രം വെച്ചിട്ട് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടേസ്റ്റ് ഏതാ ആ ഓയിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം 3-4 പീസ് വെളുത്തുള്ളിയും 1 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും ചേർത്ത് 3 കൂടി ചതച്ചതാണേ. അപ്പോൾ അതിലേക്ക് 1 പീസ് കറുവാപ്പട്ടയും 1 ഗ്രാമ്പും അതും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒരു മൂത്ത മണം വരുമ്പോൾ നമുക്കതിലേക്ക് 1 സവാള, മീഡിയം സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് നല്ലപോലെ മൊരിഞ്ഞ് വരണം. ആ ഒരു സവാളയൊക്കെ നന്നായിട്ടൊരു മൊരിഞ്ഞ് ആ ഒരു രീതിയിൽ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ നമുക്ക് അങ്ങനെ മൊരിച്ചതിന് ശേഷം ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കും. ഒരു വലിയ ക്യാപ്സിക്കം ആണെങ്കിൽ പകുതി ക്യാപ്സിക്കം ആവശ്യമുള്ളൂ കേട്ടോ. ഇത് 1/2 കിലോ പാസ്തയുടെ റെസിപ്പിയാണ്. നിങ്ങൾക്ക് 1 കിലോ വെക്കുമ്പോൾ അതിലും കൂടുതൽ എല്ലാം ക്വാണ്ടിറ്റി കൂടുതൽ എടുത്താൽ മതി. അപ്പോൾ ഈ 1 ക്യാപ്സിക്കം വാടി വന്ന് കഴിയുമ്പോഴത്തേക്കിന് നമുക്കതിലേക്ക് ഒരു 3/4 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ട് നമുക്ക് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഇതിൽ കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഞാൻ ഇതിലേക്ക് മീറ്റ് മസാല സാദാ നമ്മൾ ഇറച്ചിക്കൊക്കെ വീട്ടിൽ പൊടിക്കുന്ന മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. എൻ്റെ മീറ്റ് മസാല റീം സ്റ്റൈൽ കിടപ്പുണ്ട്. നല്ല സൂപ്പർ മീറ്റ് മസാലയാണ്. അതെല്ലാവരും ചേർത്തോളൂ. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടെ നന്നായിട്ടൊരു മസാലയെല്ലാം ഒന്ന് മണം വരുമല്ലോ, ആ രീതിക്ക് ആകുമ്പോഴത്തേക്കിന് നമുക്ക് അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീൻസ്, ക്യാരറ്റ്, അതുപോലെ സോയാബീൻ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്ടമുള്ള എന്താണേലും അത് ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാരറ്റേ ഉള്ളായിരുന്നു. അപ്പോൾ ക്യാരറ്റ് ഞാൻ ചേർത്ത് കൊടുത്തു. ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞാണ് ചേർത്ത് കൊടുത്തത്. നമുക്ക് ഒരുപാട് നൈസാക്കണമെന്നില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ ഉപ്പും വെള്ളവും വെച്ച് വെള്ളം തിളച്ചപ്പം പാസ്ത ഇട്ട് കൊടുത്തിട്ട് പുഴുങ്ങി അരിപ്പക്കൊട്ടയിൽ വെള്ളം ഊറ്റിയതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. അതുപോലെ തന്നെ കുറച്ച് പച്ചവെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ പാസ്ത. നമ്മൾ വെള്ളം തിളച്ച് കൊട്ടയിൽ ഊറ്റി കഴിയുമ്പോഴത്തേക്കിന് അതിലേക്ക് കുറച്ച് 1 കപ്പ് പച്ചവെള്ളം നന്നായിട്ട് ഒഴിച്ച് കഴുകുന്ന പോലായ പാസ്ത ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ അതിലേക്ക് തക്കാളി, ഞാനൊരു വലിയ തക്കാളി അതിലേക്ക് അരച്ചൊഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണേൽ ടൊമാറ്റോ പേസ്റ്റ് ഉപയോഗിക്കാം. ഞാൻ അതിൻ്റെ റെസിപ്പി വേറെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കാട്ടിലും നമുക്ക് വീട്ടിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് എങ്ങനെ നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ ആ ഒരു ടേസ്റ്റിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് എങ്ങനെ പാസ്ത ഉണ്ടാക്കാം എന്ന് വെച്ച് കാണിക്കാനാണ് ഞാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തത്. തക്കാളി ഒന്ന് അരച്ച് ഒഴിച്ചു കൊടുത്തത്. അതുപോലെ തന്നെ സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സോയാ സോസ് തക്കാളിക്ക് പുളി കുറവാണെങ്കിൽ ഒഴിച്ചു കൊടുത്താലും മതി. എങ്കിലും എൻ്റെ തക്കാളിക്ക് കുറച്ച് പുളി കുറവായിരുന്നു. അപ്പോൾ സോയാ സോസ് ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ തക്കാളിയുടെ എണ്ണം 1-2 കൂടുതൽ എടുത്താലും കുഴപ്പമില്ല. സോയാ സോസ് ഇല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ചേർത്തു. ഞാനിപ്പം സോയാ സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ഈസി റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഞാനിതിൽ മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ വേണമെങ്കിൽ നിങ്ങൾ പുഴുങ്ങി ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിത് മുട്ട പുഴുങ്ങി വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് സെൻറ്റർ വെച്ച് മുറിച്ചിട്ട് അത് നമ്മൾ ഓരോ പ്ലേറ്റിൽ സെർവ് ചെയ്യുമ്പോൾ അതിലേക്ക് അങ്ങനെ ആവശ്യത്തിന് എടുത്താൽ മതി. മുകളിൽ അല്ലാതെ ഫുള്ള് മുട്ട അതിലേക്ക് പൊടിച്ചിടണ്ട, അന്നേരം നമുക്ക് കഴിക്കാൻ കിട്ടത്തില്ല. അപ്പോൾ മല്ലിയില ചേർത്തിട്ട് മുട്ടയും ചേർത്ത് അടച്ച് 5 മിനിറ്റ് ഞാൻ സിമ്മിലിട്ട്, അപ്പോൾ 2 മിനിറ്റോ 5 മിനിറ്റ് അതിൽ കൂടണ്ട, അടി കരിഞ്ഞു പോവും. വെള്ളമൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ ആ രീതിക്ക് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.